ടെക് വാർത്തകൾ. സ്റ്റാർ ഹെൽത്തിന്റെ ഡാറ്റ ചോർത്താൻ ഹാക്കർമാർ ടെലിഗ്രാം ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വകാര്യ വിവരങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. സ്റ്റാർ ഹെൽത്തിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയാണ് ചോർന്നത്. കുറ്റകൃത്യങ്ങൾ സുഗമമാക്കാൻ മെസഞ്ചർ ആപ്പിനെ അനുവദിച്ചതായി ടെലഗ്രാമിന്റെ സ്ഥാപകൻ ആരോപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണിത്. സ്റ്റാർ ഹെൽത്തിന്റെയും അലൈഡ് ഇൻഷുറൻസിന്റെയും മാർക്കറ്റ് ക്യാപ് $4 ബില്യൺ മുകളിലാണ്. ചാറ്റ് ബോട്ടുകളോട് വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടുള്ള സാമ്പിളുകൾ കാണാമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് പേരുകൾ, ഫോൺ നമ്പറുകൾ, നികുതി വിശദാംശങ്ങൾ, പരിശോധനാ ഫലങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പോളിസി ക്ലെയിം രേഖകൾ ഡൗൺലോഡ് ചെയ്യാൻ റോയിറ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഡാറ്റ ആക്സസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തതായി കമ്പനി റോയിറ്റേഴ്സിന് നൽകിയ പ്രസ്താവനയിൽ പറയുന്നു. വ്യാപകമായ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പ്രാരംഭ വിലയിരുത്തലിൽ കമ്പനി പറയുന്നത്. സെൻസിറ്റീവ് ഡാറ്റ സുരക്ഷിതമായി തുടരുന്നുവെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിൾ iPhone 16 സീരീസ് സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ വിൽപ്പന തുടങ്ങി. ബജറ്റിൽ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചതിനാൽ ഫോണുകൾക്ക് വില കുറയും. iPhone 16 Pro 1,19,900 രൂപ, Pro Max 1,44,900 രൂപ. ഇന്ത്യക്കാർക്ക് ആപ്പിളിന്റെ ഔദ്യോഗിക ഓൺലൈൻ സ്റ്റോർ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ക്രോമ, റിലയൻസ് ഡിജിറ്റൽ എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പുതിയ iPhone 16 മോഡലുകൾ വാങ്ങാം. കൂടാതെ ആപ്പിളിന്റെ ഡൽഹിയിലെയും മുംബൈയിലെയും ഔദ്യോഗിക റീറ്റെയിൽ സ്റ്റോറുകളിൽ നിന്നും അംഗീകൃത റീസെല്ലർമാരിൽ നിന്നും ഫോണുകൾ വാങ്ങാം. ഫോണുകളുടെ സ്റ്റോറേജ് അനുസരിച്ച് വിലയിലും മാറ്റങ്ങളുണ്ട്. iPhone 16ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒന്നിലധികം ഓഫറുകളാണുള്ളത്. അമേരിക്കൻ എക്സ്പ്രസ്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് 5000 രൂപ വരെ കിഴിവ് ലഭിക്കും. കൂടാതെ വിവിധ മുൻനിര ബാങ്കുകൾ വഴി 3 മുതൽ 6 മാസം വരെ നോ കോസ്റ്റ് EMI ഓപ്ഷനുകളുമുണ്ട്. ഇതിൽ മറ്റൊരു ഹൈലൈറ്റ് ട്രേഡ് ഇൻ ഓഫറാണ്. ഉപഭോക്താക്കൾക്ക് അവരുടെ പഴയ ഉപകരണങ്ങൾക്ക് പകരമായി 67,500 വരെ ലഭിക്കുമെന്നാണ് സൂചന. ഇത് ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് സുഗമമാക്കുന്നു. കൂടാതെ iPhone 16 മോഡലുകളിൽ ഏതെങ്കിലും വാങ്ങുന്നവർക്ക് ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ TV+, ആപ്പിൾ ആർക്കേഡ് എന്നിവയിലേക്കുള്ള 3 മാസത്തെ സബ്സ്ക്രിപ്ഷനുകളും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ ഗാലക്സൈയിൽ ഇൻഫോസിസ് 17 കോടി രൂപ നിക്ഷേപിക്കും. ഫണ്ടിംഗ് റൗണ്ട് സെപ്റ്റംബർ 30-ന് പൂർത്തിയാകും. ഇൻഫോസിസ് ഇന്നൊവേഷൻ ഫണ്ടിന്റെ ഭാഗമായി സ്പേസ് ടെക് സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ സ്പേസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ 17 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് ഇൻഫോസിസ് അറിയിച്ചു. ഫണ്ടിംഗ് റൗണ്ട് 2024 സെപ്റ്റംബർ 30-ന് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇൻഫോസിസ് റെഗുലേറ്ററി ഫയലിംഗിൽ പറഞ്ഞു. ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ഗാലക്സ് ഐ മൾട്ടി സെൻസർ സാറ്റലൈറ്റുകളും സിൻക്രൊണൈസേഷൻ പ്ലാറ്റ്ഫോമും നിർമ്മിക്കുന്ന ഭൗമ നിരീക്ഷണത്തിനുള്ള ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പാണ്. സീരീസ് എ ഫണ്ടിങ്ങിന്റെ ഭാഗമായി ഓഗസ്റ്റിൽ ഗാലക്സ് ഐ $6.5 മില്യൺ ഫണ്ട് സമാഹരണം നടത്തിയിരുന്നു. 2022-ൽ ഈസ്മൈ ട്രിപ്പിന്റെ സഹസ്ഥാപകരായ പ്രശാന്ത് പിട്ടി, ഡാറ്റ പ്ലാറ്റ്ഫോം ട്രാക്നെക്സിന്റെ സഹസ്ഥാപകൻ അഭിഷേക് ഗോയൽ, ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമായ സെറോദയുടെ സ്ഥാപകനും സിഇഒയുമായ നിതിൻ കാമത്ത്, സെലസ്റ്റ ക്യാപിറ്റൽ പങ്കാളി ഗണപതി സുബ്രഹ്മണ്യം എന്നിവരുൾപ്പെടെയുള്ള ഏഞ്ചൽ നിക്ഷേപകരിൽ നിന്ന് സ്റ്റാർട്ടപ്പിന് മൂലധനം ലഭിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓട്ടോമൊബൈൽ വ്യവസായത്തെ ലോകത്തിന്റെ മുൻനിരയിൽ എത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ലോജിസ്റ്റിക്സ് ചെലവ് ഗണ്യമായി കുറയ്ക്കണമെന്നും ഗഡ്കരി. ഓട്ടോമൊബൈൽ രംഗത്ത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 22 ലക്ഷം കോടിയുടേതാണ് ഓട്ടോമൊബൈൽ മാർക്കറ്റ്. 10 വർഷം മുമ്പ് ഇത് 7.5 ലക്ഷം കോടിയായിരുന്നുവെന്ന് ഗഡ്കരി പറഞ്ഞു. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് ബസ്സുകൾ വാങ്ങുന്നുണ്ട്. നമുക്ക് ശേഷിയുണ്ടെന്നതിന് തെളിവാണിത്. ഇന്ത്യയെ ലോകത്തെ മുൻനിര ഓട്ടോമൊബൈൽ ഹബ്ബായി വളർത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി കയറ്റുമതി കൂട്ടുകയും ഇറക്കുമതി കുറയ്ക്കുകയും വേണം. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് ആവശ്യമാണ്. വാഹന നിർമ്മാണ ഹബ്ബ് എന്ന നിലയ്ക്ക് വളരണമെങ്കിൽ ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ചെലവ് മൊത്തം GDP-യുടെ 14 മുതൽ 16% വരെയാണ്. ചൈനയിൽ ഇത് 8%, യൂറോപ്പിൽ 12%. ഇത്തരം ചെലവുകൾ കുറച്ചാൽ മാത്രമേ ആഗോളതലത്തിൽ വിലയുടെ കാര്യത്തിൽ മത്സരിക്കാൻ കഴിയൂവെന്ന് ഗഡ്കരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫർണിച്ചർ കമ്പനിയുടെ പേരിൽ വരുന്ന ഒരു തട്ടിപ്പ് SMS-നെതിരെ ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പുമായി പോലീസ്. ഫർണിച്ചർ ബുക്ക് ചെയ്താൽ ലാഭവിഹിതം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടും.
ഇത്തരം വെബ്സൈറ്റുകളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. 2027 ഇന്ത്യയിൽ ആരംഭിക്കുന്ന ഏറ്റവും വലിയ ഫർണിച്ചർ കമ്പനിയിൽ ജോലി ലഭിക്കുന്നതിന് ഫർണിച്ചർ ബുക്ക് ചെയ്യിപ്പിക്കുകയാണ് തട്ടിപ്പുകാരുടെ ആദ്യ ലക്ഷ്യം. തുടർന്നുള്ള ഓരോ ബുക്കിങ്ങിനും ലാഭവിഹിതം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് മണി ചെയിൻ മാതൃകയിലാണ് തട്ടിപ്പ്. പ്രാഥമിക വിവരപ്രകാരം 4500-ലധികം പേരിൽ നിന്നായി 80 കോടിയിലധികം തുക തട്ടിപ്പുകാർ കൊണ്ടുപോയെന്നാണ് കണക്ക്. ഈ സാഹചര്യത്തിലാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വ്യാജ വെബ്സൈറ്റ് മുഖാന്തരം അക്കൗണ്ട് ആരംഭിക്കാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കുന്നു. ഈ വെബ്സൈറ്റ് വഴി ലാഭവിഹിതം മനസ്സിലാക്കാമെന്ന് തട്ടിപ്പുകാർ വിശ്വസിപ്പിക്കുന്നു. ഫർണിച്ചർ വാങ്ങുന്നതിന് പുറമെ കൂടുതൽ ആളുകളെ ചേർക്കണമെന്നും ഇത്തരത്തിൽ ചേർക്കുന്ന ഓരോരുത്തർക്കും ഫർണിച്ചർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലാഭവിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും തട്ടിപ്പുകാർ വിശ്വസിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിരവധി പേരാണ് ദിവസവും വഞ്ചിതരാകുന്നത്. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെടുകയോ cybercrime.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ പരാതികൾ നൽകാവുന്നതാണ്. നിരവധി പേരാണ് ഓരോ ദിവസവും സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുന്നത്. അമിത ലാഭം ഉറപ്പു നൽകുന്ന ജോലി വാഗ്ദാനങ്ങളിലോ ഓൺലൈൻ നിക്ഷേപങ്ങളിലോ ഇടപാടുകൾ നടത്താതിരിക്കുക. IRDA, സെബി, RBI എന്നിവ അംഗീകരിച്ചാൽ മാത്രം പണം നിക്ഷേപിക്കുക. ക്യാമറമാൻ ഫെബിൻ അഗസ്റ്റിനൊപ്പം അനീഷ് ദേവസ്യ, മൈഫിൻ ന്യൂസ്, കൊച്ചി.